4-ാം പേജിൻ്റെ ബാക്കി 5-ാം പേജ് അല്ലേ? പാഠം 1 എന്താണ്? നമ്മളിപ്പോൾ ഈ പാഠത്തിൽ എന്ത് ചെയ്യുക? പാഠത്തിലല്ല, ഇനി ഈ പേജിൽ എന്ത് ചെയ്യുക? നുലാഹിളു, നമുക്ക് ഒബ്സർവ് ചെയ്യാം, നിരീക്ഷിക്കാം അല്ലേ? എന്താ നിരീക്ഷിക്കേണ്ടത്? അവാഹിറൽ കലിമാത്തി അൽ മുലവ്വനത്തി, കളർ ചെയ്യപ്പെട്ട കെലിമത്തുകളുടെ, പദങ്ങളുടെ അവാഹിർ. അവാഹിറുണ്ടോ? ആഹിറിൻ്റെ ജമ്മാണ് അവാഹിർ. ആഹിറിൻ്റെ ജമ്മാണെന്ത്? അവാഹിർ, അവസാനങ്ങൾ. ഏത് പദങ്ങളുടെ? കെലിമത്തുകളുടെ. കെലിമത്തിൻ്റെ ജമ്മാണ് കെലിമാത്ത് അല്ലേ? അൽ മുലവ്വനത്തി എന്നാൽ കളർ ചെയ്യപ്പെട്ട പദങ്ങളുടെ അവസാനങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ടോ നിരീക്ഷിച്ചാൽ പോരാ, വനഫ്ഹമു അല്ലേ? നമുക്ക് ഗ്രഹിക്കുകയും ചെയ്യാം, മനസ്സിലാക്കാം അല്ലേ? വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലേ? എന്ത്? അൽ ഫർക്ക്, ഡിഫറൻസ്, വ്യത്യാസം. എന്ത് വ്യത്യാസം? ബൈനൽ മുഅറബി വൽ മബ്നിയി, മബ്നിയുടെയും മുഅറബിൻ്റെയും ഇടയിൽ, മബ്നിയിൻ്റെയും മുഅറബിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസ്, ഫർക്ക്, വ്യത്യാസം. നോക്കാം നമുക്ക്. ഇവിടെ 3 ഉദാഹരണങ്ങൾ, 3 കള്ളി ഉണ്ടോ? 3 കള്ളിയിൽ കളറ് ഹാദൽ ബൈത്തു എന്നുണ്ട്. രണ്ടാമത്തെ കളിയിലോ ഹാദൽ ബൈത്ത എന്നുണ്ട്. മൂന്നാമത്തെ കളിയിലോ ഹാദൽ ബൈത്തി എന്നുണ്ട്. ഹാദയ്ക്ക് ഒരു മാറ്റമല്ല. ആ പച്ച കളറിലെ ഹാദയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. പക്ഷേ ബൈത്തു, ബൈത്ത, ബൈത്തി ഇതിലെന്തുണ്ട്? മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ അവസാനത്തിൽ വ്യത്യാസം വരുന്ന വാക്കുകൾക്ക് എന്താ പറയുക? മുഅറബ്. അവസാനം വ്യത്യാസം വരാത്ത വാക്കുകൾക്കോ മബ്നി എന്നും പറയും. അതപ്പം ഈ പാഠത്തിൽ പഠിക്കാനുള്ളൂ, ഇത്രേ പഠിക്കാനുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അത് വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ആമിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1-ാമത്തെ കള്ളിയിൽ നോക്കൂ, ഹാദൽ ബൈത്തു എന്ന് പറഞ്ഞു. ഇവിടെ ഹാദയ്ക്ക് മാറ്റം വന്നില്ല. ഹാദ ശരിക്കും ഇവിടെ എന്താ വരേണ്ടി വരുമോ? റഫ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ബൈത്തു എന്നതുപോലെ തന്നെ റഫ് ആണ് ഇവിടെയും വരേണ്ടത്. പക്ഷെ ഹാദ ഏത് ആമിൽ മാറിയാലും ഹാദ മാറുമോ? ഹാദ മാറൂല. അതാണ് കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂല പറഞ്ഞ വാക്കാണ് ഇത് മബ്നി അല്ലേ? അപ്പോൾ മബ്നിയിൽ പെട്ടതാണ് എന്ത്? ഇഷാറത്തിൻ്റെ ഇസ്മായിട്ടുള്ള ഹാദ. അപ്പോൾ ഹാദക്കൊരു മാറ്റം വരില്ല. ഇനി അടുത്തത്, അപ്പോൾ ഹാദൽ ബൈത്തു ഹുവൽ കഅബ, ഈ വീട് അതാണ് കഅബ. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത്, നിങ്ങൾ ഈ വീട് കണ്ടിട്ടുണ്ടോ അല്ലേ? നിങ്ങൾ ഈ വീടിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഹാദക്ക് മാറ്റമൊന്നുമില്ല, ബൈത്തിന് മാറ്റം വന്നു. മാറ്റം വരാൻ കാരണം എന്താണ്? ആമിൽ വ്യത്യാസപ്പെട്ടു, അതേ പറയേണ്ടുള്ളൂ. ഏതാണ് ആമിലൊന്നും നമ്മൾക്കിപ്പോൾ പഠിക്കേണ്ട. ആമിലൊക്കെ പഠിക്കൽ ആരാരോ? രാജകുമാരന്മാർ പഠിക്കുന്ന വിഷയമാണ് എന്ത്? ആമിലുകൾ അല്ലേ? ആമിലുകൾ നമ്മളിപ്പോൾ പഠിക്കണ്ട, ഇത് വലിയ ക്ലാസ്സിൽ പഠിക്കാം. അടുത്തത്, യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈത്ത്, മുസ്ലിങ്ങൾ ഈ വീട്ടിലേക്ക് മുന്നിടുന്നു. എപ്പോൾ? ഫീ സലവാത്തിഹിം, അവരുടെ നിസ്കാരങ്ങളിൽ അല്ലേ? ഹാദൽ ബൈത്തി കണ്ടോ? അപ്പോൾ ഇലാ ഹാദൽ ബൈത്തി, ഹാദക്കൊരു മാറ്റമല്ല. ബൈത്തിൻ്റെ അവസാനത്തിൽ ആഖിറിൽ, ബൈത്ത് എന്ന കലിമത്തിൻ്റെ ആഖിറിൽ എന്ത് വന്നിട്ടുണ്ട്? എന്തുണ്ട്? ഇറാബിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ഇറാബിൾ ഏതൊക്കെയാണ്? റഫ്, ജർ, നസ്ബ്, ജസ്മ് അല്ലേ? ഇനി ബാക്കി 2-ാമത്തെ കളി. 1-ാമത്തെ കളി, അൽ കഅബത്തു ഫീ മക്ക. അവിടെ കഅബ എന്നുള്ള വാക്കുണ്ടോ? മുഅറബാണ്. അൽ കഅബത്തു, കഅബ മക്കയിലാണ്. അടുത്ത ഉദാഹരണം നോക്കൂ, ബന ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം അൽ കഅബത്ത. ഉണ്ടോ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാം കഅബയെ പണിതു, കഅബയെ പണിതു. അപ്പോൾ അവിടെ എന്താണ്? കഅബ, കഅബത്ത എന്നാണ് അല്ലേ? കഅബത്ത. ഹാത്താമല്ല ഇറാബാണ് നോക്കേണ്ടത്. അടുത്തത് 3-ാമത്തെ കളി, യതൂഫുൽ ഹുജ്ജാജു ബിൽ കഅബത്തി. ആണോ? ബിൽ കഅബ. നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഒക്കെ കഅബ 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 എന്ന് പറഞ്ഞാൽ മതി അല്ലേ? പക്ഷേ കഅബത്ത, കഅബത്തു, കഅബത്തി എന്നുണ്ട് അല്ലേ? എഴുത്തിൽ വായിക്കുമ്പോൾ ഒക്കെ എന്ത് പറഞ്ഞാൽ വഖഫ് ചെയ്യുമ്പോൾ കഅബ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? ഓക്കെ. അടുത്ത നോക്കൂ. ഇനി അടുത്ത് നുലാഹിനുൽ ജദ്വൽ, ഈ കോളങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് മുഅറബിൻ്റെ ഉദാഹരണങ്ങൾ 2 സൈസാണ്, 2 ഇനം. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് അല്ലേ? നോക്കൂ. അന്നൗ, ടൈപ്സ്, ഇനങ്ങൾ. കിതാബുൻ, ത്വാലിബുൻ, ബക്കറത്തുൻ, ഷജറത്തുൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ബാബുൻ, ഷുബാക്കുൻ, താവിലത്തുൻ, കുർസിയുൻ,
കലമുൻ കിതാബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്മു അസ്മാ ഇസ്മുകൾ നൗണുകൾ എന്താണ്? നൗണുകൾ. അടുത്തത് യദ്ഹബു തക്തുബു നജ്ലിസു അഖറഉ ഇതൊക്കെ എന്താണോ? അൽ ഫിഉലുൽ മുളാരി പ്രസൻറ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഭാവികാല ക്രിയ അല്ലേ? അപ്പോൾ ഇസ്മുകളും ഭാവികാല ക്രിയകളും എന്തിന് ഉദാഹരണങ്ങളാണ്? അംസിലത്തുന്നിൽ മൊറബിൻ്റെ ഉദാഹരണങ്ങൾ ഈ 2 ഇനങ്ങൾ. ഇനി അടുത്ത കുറച്ച് കൂടുതൽ ഇനങ്ങളുണ്ട് നോക്കുക. അംസിലത്തുല്ലിൽ മബിനിക്ക് കുറച്ച് കൂടുതൽ ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹുവ ഹുമാഹും ഹിയ ഹുമാഹുൻ അൻത അൻതുമാ അൻതും അൻതി അൻതുമാ അൻതുന്ന അന നഹ്നു എന്നൊക്കെ പറഞ്ഞ ലമീറുകളുണ്ടല്ലോ. ലമീറുകളൊക്കെ എന്താണ്? എല്ലാ ലമീറുകളും മബനിയാണ്. ലമീറുകളൊക്കെ എന്താണ്? മബനി. പ്രോനൗൺ എന്നതിന് പറയാം ഇംഗ്ലീഷിൽ. മറ്റേ നൗൺ എന്ന് പറഞ്ഞാൽ ഇത് പ്രോനൗൺ അല്ലേ? നൗണിനെ പ്രതിനിധാനം ചെയ്യുന്ന ആണെന്ത്? പ്രോനൗൺ അല്ലേ? ഓക്കെ. പിന്നെ മൻ, ഹൽ, കൈഫ അതിന് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലേ അല്ലേ? ഇസ്തിഫാം ഒരു കാര്യം ആരാണ്, എന്താണ്, ഏതാണ്, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കൂലേ? ഉണ്ടോ, ഇല്ലേ എന്നൊക്കെ ചോദിക്കൂലേ? അത് അദവാത്തുൽ ഇസ്തിഫാം എന്ന് പറയാം. എന്താ പറയുക? അപ്പോൾ അത്തരം അദവാത്തുൽ ഇസ്തിഫാമുകൾ എന്താണ്? അംസലത്തുല്ലിൽ മബനിയുടെ ഉദാഹരണങ്ങൾ. അടുത്തത് ഹാദ ഹാദിഹി ദാലിക തിൽക. നമ്മളിപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞ ഹാദ ഹാദിഹി ദാലിക തിൽക ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്ത് ഇസ്മാണ്? സാധാ ഇസ്മല്ല, ചൂണ്ടിക്കാണിക്കാനുള്ള അസ്മാഉൽ ഇഷാറത്താക്കാനുള്ള ചൂണ്ടിക്കാണിക്കാനുള്ള ഇസ്മുകളാണ് അസ്മാഉൽ ഇഷാറത്തൊക്കെ എന്താണ്? എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? അംസലത്തുല്ലിൽ മബനി. അടുത്ത നെക്സ്റ്റ് ഫീ മിൻ ലാ ഇന്ന. അതായത് ഇസ്മ് ഫീല് ഹർഫ് എന്നിങ്ങനെ 3 ഗണത്തിൽ പെടുത്താൻ പറ്റും വാക്കുകളെ. അപ്പോൾ അതിൽ ഇത് ഹുറൂഫ് എന്ന് പറഞ്ഞ ഗണത്തിൽ പ്രിപ്പോസിഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നൗണ്, വെർബ്, പ്രിപ്പോസിഷൻ എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അതിൽ പെട്ട ഹുറൂഫ്. അല്ലാതെ നമ്മൾ അറബിയിലെ 28 അക്ഷരങ്ങൾ 29 അക്ഷരങ്ങൾ അതല്ല. ആ ഹുറൂഫ് അല്ല ഈ ഹുറൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കണ്ടതൊക്കെ ഹർഫുകളാണ്. ഫീ പറഞ്ഞാൽ ശരിക്കും 2 ഹർഫുണ്ട് അല്ലേ? അല്ല, ഫീ എന്ന് പറഞ്ഞ ഒരു ഹർഫാണ്. മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഹർഫാണ്. അല്ലാതെ മിൻ 2 ഹർഫല്ല. മനസ്സിലായോ? ലാ എന്താണ്? 2 ഹർഫല്ല, ഒരു ഹർഫാണ് കേട്ടോ. ഇന്ന ഇതൊരു ഹർഫ്. ഏത് ഹർഫ്? അറബി അക്ഷരമാലയുള്ള ഹർഫല്ല ഈ ഹുറൂഫ് തന്നെ. മനസ്സിലായോ? ഓക്കെ. പിന്നെ അടുത്തത് ചിലതൊരു ഹർഫ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തത് ഫഅല, ഫഅലു, ഇഫ് അൽ, ഇഫ് അലി അല്ലേ? ഇതൊക്കെ എന്താ പറയുക? 2 ഇനാണ്. ഒന്ന് ഫിഅല് മാദി ഫഅല ഫഅല ഫഅലു അല്ലേ? കതബ കതബ കതബു കതബതി കതബത കതബന കതബ്ത കതബ്തുമാ കതബ്തും കതബ്തി കതബ്തുമാ കതബ്തുന്ന കതബ്തു കതബ്നാ അല്ലേ? ഇത് ഫിഅല് മാദിയാണ് 14. ഹുമാ ഹും ഹിയ ഹുമാന്ന ഒക്കെ പറഞ്ഞില്ലേ? അതേപോലെ. അപ്പോൾ ഫിഅലുൽ അംർ ഇജ്ലിസ് ഖും എന്നൊക്കെ പറയില്ലേ? ഇർഫ, അർസിൽ എന്നൊക്കെ പറയില്ലേ? അതൊക്കെ ഫീൽ എന്താണ്? അമ്രാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? എന്തിന് ഉദാഹരണമാണ്? അംസിലത്തുല്ലിൽ മബിനി. അപ്പോൾ അംസിലത്തുൽ മബിനിക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ദമീറുകൾ, അദവാത്തുൽ ഇസ്തിഫാം, അസ്മാഉൽ ഇഷാറ, അൽ ഹുറൂഫ്, അൽ ഫീൽ മാദി, ഫീലുൽ അംർ അല്ലേ? ഫീൽ അംർ, ഫീൽ മാദി, ഹുറൂഫ്, അസ്മാഉൽ ഇഷാറ, പിന്നെ എന്താണ്? അദവാത്തുൽ ഇസ്തിഫാം, ദമായിർ. ഇതൊക്കെയാണ് എന്തിൻ്റെ ഉദാഹരണങ്ങൾ? മബ്നിയുടെ ഉദാഹരണങ്ങൾ അല്ലേ? അപ്പോൾ ലമീറുകൾ ഏതൊക്കെ വരിക? കുറേ ലമീറുകളുണ്ട് അല്ലേ? അതിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അദവാത്തുൽ ഇസ്തിഫാം കുറേ ഉണ്ട്, അതിൽ കുറച്ചുകൂടി കൊടുത്തിട്ടുണ്ട് അല്ലേ? പിന്നെ അദവാത്തുൽ അസ്മാഉൽ ഇഷാറ ഇതാ കൊടുത്തിട്ടുണ്ട് അല്ലേ? അടുത്തത് അൽ ഹുറൂഫ് കുറേ ഉണ്ട്. ഇപ്പോൾ ഫീ, മിൻ ഒക്കെ പറഞ്ഞാൽ ജെറിൻ്റെ ഹർഫുകളാണ്. ജെറിൻ്റെ ഹർഫ് തന്നെ 19 ഉണ്ട്. അപ്പോൾ കുറേ സാധനം ഉണ്ട്, അതിന് കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫീൽ മാദി കുറേ ഉണ്ട് അല്ലേ? അത് കുറച്ച് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 14 2 ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫഅല, ഫഅലു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫീൽ അംറിന് 6 ഉദാഹരണങ്ങളുണ്ട്. അതിലിവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? 2 കൊടുത്തിട്ടുണ്ട്. അമ്ര ഹാദിർ, അമ്ര ഗായിബ്. അമ്ര 2 തരണ്ട് കേട്ടോ. അമ്ര തന്നെ 2 ഐറ്റം ഉണ്ട്. അമ്ര ഗായിബും അമ്ര ഹാദിറും.